അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ എല്ലാ കൊല്ലം തിരുപ്പതി നാണയം അയക്കുമായിരുന്നു. പുള്ളി മരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ അച്ഛനൊക്കെ പറഞ്ഞ ഒരേ കാര്യമാണ്, എല്ലാ കൊല്ലവും മുടങ്ങുന്ന നാണയം അയക്കണമെന്ന് തിരുപ്പതിക്ക്. പക്ഷേ പുള്ളിക്കാരൻ കേട്ടിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുടിശ്ശിക കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ജോലിസിനെ കണ്ടപ്പോൾ പറഞ്ഞ് തിരുപ്പതി പോകണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തിരുപ്പതി പോകാൻ പ്ലാൻ ചെയ്തു. പെട്ടെന്നായതുകൊണ്ട് ട്രെയിനിൻ്റെ ഇതൊന്നും ശരിയായില്ല. തന്നെയല്ല ദർശനം ബുക്ക് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ടിക്കറ്റ് ഏകദേശം നോക്കി. അപ്പോൾ വെയിറ്റിംഗ് ആണ് കാണിക്കുന്നത്. എല്ലാം ബുക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ 6 പേരുണ്ട്. ഈ തലേ ദിവസമായപ്പോൾ സീറ്റെല്ലാം റെഡിയായി. അനുഗ്രഹം കൊണ്ടായിരിക്കാം. അപ്പോൾ ശരിയായി. ഞങ്ങൾ ഇവിടുന്ന് യാത്രയായി. അവിടെ ചെന്നപ്പോൾ പിന്നെ ഈ ദർശനം ബുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിക്കാരനെ പരിചയപ്പെട്ടു. പുള്ളി ഭാഗം വിട്ട പോലെ പുള്ളി പരിചയപ്പെട്ടു. ഒലേ വഴി ടാക്സി ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയ ആളായിരുന്നു. പുള്ളിയെ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ പറഞ്ഞ് ഡയറക്റ്റ് എന്നെ വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എല്ലായിടത്തും. അപ്പോൾ നമുക്കൊരു വിശ്വാസം തോന്നി. അന്ന് നമുക്ക് ദർശനം കിട്ടിയില്ല. പിറ്റേ ദിവസമാണ് ദർശനം ബുക്ക് ചെയ്തത്. അപ്പോൾ രാവിലെ പുള്ളിക്കാരൻ വരാമെന്ന് പറഞ്ഞു. രാവിലെ വന്നു. ഞങ്ങൾ തിരുമലയ്ക്ക് പോയി. അപ്പോൾ ഭഗവാന്റെ ദർശനം അറിയാമല്ലോ, ക്യൂ നിൽക്കണം. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞ് മൊബൈലൊക്കെ എന്നെ ഏൽപ്പിച്ചു. മൊബൈൽ കയറ്റത്തില്ല, എന്നെ ഏൽപ്പിച്ചേര്. അപ്പോൾ ഞാൻ തലേനെ മൊട്ടയടിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ പുള്ളി തന്നെ കൊണ്ടുപോയി. എല്ലായിടത്തും പുള്ളി തന്നെ കൊണ്ടുപോയി. അങ്ങനെ ശരിക്കും ഭഗവാനെ തൊഴാൻ പറ്റി. കുഞ്ഞുണ്ണി ഉണ്ടായിരുന്നു, മാമൻ്റെ മകനുണ്ടായിരുന്നു, ആൻറ്റിയുടെ മക്കളുണ്ടായിരുന്നു, മാമൻ്റെ മോളും ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അനീഷ ഉണ്ടായിരുന്നു. അതിനുശേഷം ശരിക്കും തൊഴാൻ പറ്റി. അപ്പോൾ അന്നാണ് മനസ്സിലാക്കിയത്, ഈ ഭഗവാനെ കാണാൻ നമ്മൾ വിചാരിച്ച നമ്മൾ പോരാ, ഭഗവാൻ കൂടി വിചാരിക്കണമെന്ന് മനസ്സിലായത്. ആന്ധ്ര തമിഴ്നാട് ബോർഡറാണ് തിരുപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ് പറയുമ്പോൾ ഇവർക്കെല്ലാം മനസ്സിലാവും ലാംഗ്വേജ്. അവർക്കെല്ലാം തമിഴ് ഫ്ലുവൻ്റ് ആണ്. പുള്ളിക്കാരനോട് യാത്ര ചെയ്തപ്പോൾ ഈ ടാക്സി ഡ്രൈവറിൻ്റെയൊക്കെ പറഞ്ഞു, നമ്മൾ ഭക്തിയോടെ ഈ മലയിലേക്ക് നോക്കുമ്പോൾ ഈ ഭഗവാന്റെ മുഖം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്. നമ്മൾ ഭക്തിയോടെ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഭഗവാൻ കിടക്കുന്നതിന് മുഖം പോലെ തോന്നും ആ മല കാണുമ്പോൾ. അങ്ങനെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു കണ്ടപ്പോഴേ. ശരിക്കും ഭഗവാനെ കണ്ട പോലെ തോന്നിയായിരുന്നു. ഫാമിലിയായിട്ട് പോയതുകൊണ്ട് ഒരു വില്ലയാണ് നമ്മൾ റെൻ്റ് എടുത്തിരുന്നത്. അപ്പോൾ മാമൻ്റെ മകനാണ് ബുക്ക് ചെയ്തിരുന്നത്. 2 ദിവസം താമസിച്ചവിടെ. അപ്പോൾ ഈ ടാക്സിക്കാരൻ പറഞ്ഞാൽ നമുക്ക് ഇന്ന അമ്പലങ്ങളിൽ കൊണ്ടുപോകാം. അങ്ങനെ കുറേ അമ്പലങ്ങളിൽ കൂടി കൊണ്ടുപോയി. ശരിക്കും നല്ല ഇതായിരുന്നു, സർവീസൊക്കെ നല്ലതായിരുന്നു പുള്ളിക്കാരൻ്റെ. മൃഗശാലയിൽ പോയി, സൂവിലൊക്കെ പോയി. പിന്നെ ഈ പുള്ളിക്കാരൻ മൊബൈലിൽ ഏൽപ്പിച്ചപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാർഡ് തന്നു. അപ്പോൾ ഏത് ടാക്സിക്കാരനെ കാണിച്ചാലും വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നു. തൊഴിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടാക്സിക്കാരൻ കാണിച്ചപ്പോൾ ഇവരെല്ലാം നല്ല ഇതാണ്, നല്ല സർവീസ് അവരുടെ. അവർ പറഞ്ഞ് ആളിപ്പോൾ വരുന്നു, ഇത് നമ്മൾ ആ പുള്ളി തന്നെ വിളിച്ച് വരുത്തി ഇന്ന സ്ഥലത്ത് തന്നെ. അപ്പോൾ നമുക്ക് ടെൻഷനൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ മടക്കയാത്രയായി. മടക്കാത്ത സമയത്തൊന്നും ടിക്കറ്റ് എല്ലാം വെയിറ്റിംഗ് ആണ്, ഒന്നും കൺഫേം ആയിട്ടില്ല. പക്ഷേ ആ സമയത്ത് അപ്പോൾ എല്ലാം കൺഫേമായി. അങ്ങനെ തിരിച്ച് ആ പുള്ളിക്കാരൻ തന്നെ ആക്കാൻ വന്നു. അപ്പോൾ ഇനി വരുമ്പോൾ വിളിക്കണമെന്ന് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ തിരിച്ച് പോന്നു.